ഹലോ, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ ആക്ടർ വിനീത് വിശ്വമാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് അബാക്കസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണാറ മാതൃസദനം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ. അപ്പോൾ അമ്മമാർക്കും കൂടി പങ്കെടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാതൃസദനം. അവിടെ ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആളുകൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മമാർക്ക് ഇടയ്ക്ക് ഫുഡൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. ഞായറാഴ്ചയാണ് പരിപാടി. അപ്പോൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് വരെയുള്ള റാങ്കുള്ളവരുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അബാക്കസിന് ഉള്ള റാങ്ക് ജേതാക്കൾക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം അബാക്കസിൻ്റെ ഒരു മാഷ് അതിനെക്കുറിച്ചുള്ള കുറേ ക്ലാസ്സൊക്കെ പറഞ്ഞു തന്നു. അബാക്കസ് എന്തിനാണ്, കുട്ടികളുടെ എന്താണ് പരീക്ഷയ്ക്കൊക്കെ എല്ലാ സ്കൂളിലായാലും പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ സമയം കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ഒക്കെയുള്ള മാറ്റങ്ങൾ ഈ അബാക്കസ് പഠിക്കുന്നതുകൊണ്ട് ഉള്ള മെച്ചങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ ഭദ്രദീപം കൊളുത്തി വിനീത് വിശ്വമാണ് കേട്ടോ. ആ വൈറ്റ് ഷർട്ട് നമ്മൾ സൂപ്പർ ശരണ്യ സിനിമയിലെ ട്രോഫി കൊടുത്ത് റാങ്കായിരുന്നു. ഒരുപാട് സവിശേഷതകളുണ്ട്. എന്താ വെച്ചാൽ മാത്സൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ അമ്മാമ്മമാരെ കാലത്ത് ഈ കാൽക്കുലേറ്ററൊന്നും അല്ലല്ലോ, അവർ മനക്കണക്ക് വെച്ചിട്ട് അവർ കൂട്ടണില്ല. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോഴത്തെ അബാക്കസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ളത്. അപ്പോൾ അവർക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് സ്പീഡായിട്ട് ഉത്തരങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ പറ്റും. നല്ലൊരു ഇതാണ്. അപ്പോൾ അബാക്കസ് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ മക്കൾ. അപ്പോൾ അത് കഴിഞ്ഞതാ നമ്മുടെ വിനീത് വിശ്വം ആക്ടർ എല്ലാവരും കൂടി സെൽഫി എടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും ആൾ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞു. പുതിയ നിവിൻ പോളിയുടെ സിനിമയുടെ തിരക്കിനിടയ്ക്കുന്നാണ് ആൾ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക് ജേതാക്കൾ കേട്ടോ. സിക്സ്ത്ത് വരെയുള്ള റാങ്കുകാരുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. ട്രോഫിയൊക്കെ കിട്ടി, സന്തോഷമായി. കുഞ്ഞുവിന് ചെറിയ കുശുമ്പൊക്കെ ഉണ്ട് അവന് കിട്ടാത്തതിന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൻ അബാക്കസ് പഠിക്കുന്നില്ലല്ലോ. പഠിക്കുമ്പോൾ ഇനി അവനും കിട്ടുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു വിശേഷം.